ഈ 4 മൂവ് ചെക്ക്മേറ്റ് ആക്കാൻ പറയുന്നവർക്ക് പണി കൊടുത്താൽ അപ്പൊ അവർ E4 കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ E5 കളിക്കും, നോർമൽ സ്ട്രോങ് മൂവ് ഒരു ക്യൂനെ കൊണ്ട് വരും. മിക്കവർക്കും വന്നിട്ടുള്ള ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ ഈ പോണ അറ്റാക്ക് കൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്യണ്ട, ഒരു ഗ്രാൻഡ് മാസ്റ്റർ വിചാരിച്ചിട്ട് കളിക്കാം. ഈ പോണ സപ്പോർട്ട് ഇപ്പൊ ഒരു പിന്നെയും വരും ബിഷപ്പിലൊക്കെ അറ്റാക്ക് ചെയ്ത് മെയിൻ അറ്റാക്ക്. മിക്കവരും കളിക്കുന്ന വെച്ചാൽ ലൈറ്റിനെ കൂടെ ഇടും, ക്യൂനെ അറ്റാക്ക് ചെയ്യും, ഇവിടെ ചെക്ക്മേറ്റ് ആയിരിക്കും. സോ അങ്ങനെ കളിക്കാതിരിക്കും, നമ്മൾ സിമ്പിൾ ആയിട്ട് ക്യൂനെയും ഓടിക്കും. അപ്പൊ പിന്നെയും വരും ക്യൂനെയും കൊണ്ടിട്ട് ഇവിടെ മേറ്റ് ആക്കാൻ വേണ്ടി. ഇത് കണ്ടോ, ഇങ്ങനെ മേറ്റ് ആക്കാൻ വേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യണം, നൈറ്റിനെ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. ഈ പോകുന്ന പുഷ് ചെയ്ത് വരും. കാരണം ഈ നൈറ്റ് മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെയും ചെക്ക്മെന്റിന്റെ സാധ്യത. നമ്മൾ എന്ത് ചെയ്യും, ഈ നൈറ്റിനെ കൊണ്ട് ക്യൂനെ അറ്റാക്ക് ചെയ്യും. ക്യൂന് എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഈ ചെക്കിന് ഇത് പോയി കിട്ടും, അല്ലെങ്കിൽ മനസ്സിലായി ഈ റോക്ക് പോയി കിട്ടും. അതുകൊണ്ട് തന്നെ ക്യൂന് ഇങ്ങോട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യും, ഈ പോകുന്ന പുഷ് ചെയ്തിട്ട് ബിഷപ്പിനെ അറ്റാക്ക് വെട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ വെട്ടും. ക്യൂന് അറ്റാക്ക്, ക്യൂന് പോകാൻ സ്കോഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിഫെൻഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, കിടിലെ മൂവ് കളിക്കും. ഇവിടെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യും, നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യും, ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യും. ഇത് വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ ചെക്ക് ഈ മൂവ് പറ്റൂ, ഈ ചെക്ക്